തൊട്ടപ്പുറത്ത് കർണാടക കോൺഗ്രസ് ഭരിക്കുകയാണ്. ആ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ദിവസം അതിനനുകൂലമായി പ്രത്യേക പൂജകൾ ക്ഷേത്രങ്ങളിൽ നടത്താൻ ദേവസ്വം വകുപ്പ് തന്നെ പ്രഖ്യാപനം നടത്തി. പ്രതീകാത്മകമായ ഒരു രാമക്ഷേത്രം അവരിവിടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പോയി ഉദ്ഘാടനം ചെയ്തു എന്നാണ് വായിച്ച വാർത്ത. കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ മുഖ്യമന്ത്രി മോദിയെ വിശേഷിപ്പിച്ചത് എൻ്റെ ജ്യേഷ്ഠനെന്നാണ്. ഗുജറാത്ത് മോഡൽ, ഗുജറാത്തിൻ്റെ വികസന മാതൃക ഞാൻ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നു എന്നാണ് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതാണ് കോൺഗ്രസിൻ്റെ സമീപനം. ആ കോൺഗ്രസ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഈ നീക്കത്തിൽ രാജ്യത്തിലെ മതനിരപേക്ഷ ശക്തികൾക്കൊപ്പം നിൽക്കുമോ? അവരുടെ ഗവൺമെൻറ്റുകൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടെന്താണ് എന്നതുകൂടി അറിയാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് വിശദീകരിക്കാനുള്ളത്. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചല്ല, നൈറ്റ് മാർച്ചാണ്. ഞങ്ങൾ AG's ഓഫീസിൻ്റെ ഭാഗത്തേക്ക്, അതായത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച് AG's ഓഫീസിൻ്റെ മുൻവശത്തേക്ക്, ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇന്നലെ ഈ മാർച്ചുകൾ നടന്നിട്ടുണ്ട്. നൈറ്റ് മാർച്ച്. ഈ വാർത്ത വന്ന മണിക്കൂറുകൾക്കകം തന്നെ DYFI നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ഇന്നിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും DYFI പരിപാടികൾ വീണ്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഡൽഹിയിൽ DYFIയും SFIയും ചേർന്ന് ഞങ്ങൾ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ആലോചിക്കുന്നു. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എവിടെയെല്ലാം ഞങ്ങൾക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റുമോ അവിടെയെല്ലാം. അതാണ് ഞാൻ പറഞ്ഞത്. അത് നിയമവിദഗ്ധരുമായി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞങ്ങളുടെ ലീഗൽ സബ് കമ്മിറ്റി അക്കാര്യത്തിൽ ഇന്നലെ രാത്രി തന്നെ ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഏറ്റവും നിയമപരമായി ഒരു ബുദ്ധിപരമായ നീക്കം എന്നത് നോക്കി അത് ചെയ്യും. കേരളം കൊടുത്ത കേസ്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൊടുത്ത കേസുകളുണ്ട്, അതുപോലെ മറ്റ് കേസുകളുണ്ട്. എങ്ങനെയാണ് അതിലേക്ക് പോകേണ്ടത്, സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് എങ്ങനെയാണ് ഇത് കൊണ്ടുവരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഞങ്ങളതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒന്നിനും അങ്ങനെ അല്ലല്ലോ. അദ്ദേഹം എന്തിലാണ്, അദ്ദേഹം യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങളോട് വന്നില്ലെങ്കിലും KPCC പ്രസിഡന്റിനോട് യോജിച്ചാലും മതിയായിരുന്നു. അദ്ദേഹത്തിന് ആരോട് യോജിപ്പില്ലല്ലോ. KPCC പ്രസിഡന്റിനോട് യോജിപ്പില്ലാത്ത ആളാണ്. KPCC പ്രസിഡന്റിന് ഇദ്ദേഹത്തോട് യോജിപ്പില്ലാത്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളോട് യോജിക്കില്ല എന്നുള്ള കാര്യത്തിൽ വേറെ അത്ഭുതമൊന്നുമില്ല. ഏത് കാര്യത്തിലാണ് യോജിച്ചത്? ഇപ്പോൾ കേന്ദ്രവിരുദ്ധ സമരം ഞങ്ങൾ നടത്തി. കേന്ദ്രവിരുദ്ധ സമരം ഞങ്ങൾ നടത്തുമ്പോൾ, ഞങ്ങൾ നടത്തുന്നതിൻ്റെ തലേനാൾ കർണാടക ഡൽഹിയിൽ വന്ന് സമരം നടത്തിയതാണ്. ഞങ്ങൾ നടത്തുന്ന സമരം ശരിയാണ്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം ശരിയാണ് എന്ന് പറഞ്ഞത് മല്ലികാർജുൻ ഖാർഗെയാണ്. അപ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്ത് നിലപാടാണ് അക്കാര്യത്തിലെടുത്തത്? കേരളത്തിന് വേണ്ടി യോജിച്ച പ്രക്ഷോഭത്തിന് ഡൽഹിയിൽ വരാൻ സന്മനസ്സ് കാണിക്കാത്തയാളാണ് പ്രതിപക്ഷ നേതാവ്. ഞങ്ങളിതിൽ തുറന്ന മനസ്സാണ്. ഞങ്ങളത് പറഞ്ഞാൽ ഗവൺമെൻറ് ഇതിൽ തുറന്ന മനസ്സാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തല്ലേ അന്ന് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചത്, പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ക്ഷണിച്ചത് ഈ ഡൽഹി സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ. കഴിഞ്ഞ തവണ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴും ഞങ്ങളെടുത്ത സമീപനം തുറന്ന സമീപനമായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു ഗവൺമെൻറ്. DYFI അന്ന് നടത്തിയ മാർച്ചുകളിലെല്ലാം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് സഹകരിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും വരാം. ഇതായിരുന്നു ഞങ്ങളെടുത്ത സമീപനം.